വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയുടെയും പാർലമെന്റ് മാർച്ചിന്റെയും ഭാഗമായി നടക്കുന്ന ജാഥ ജനുവരി 20-ന് കോതമംഗലത്ത് എത്തിച്ചേരും. സ്വീകരണ പരിപാടികൾക്കായി സംഘാടക സമിതി രൂപീകരിച്ചു. TM സ്മാരക മന്ദിരത്തിൽ നടന്ന യോഗം പാർട്ടി ഏരിയ സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന ജാഥ ജനുവരി 20-ന് 12 മണിക്ക് കോതമംഗലത്ത് എത്തിച്ചേരും. വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയുടെയും പാർലമെന്റ് മാർച്ചിന്റെയും ഭാഗമായിട്ടാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജാഥയ്ക്ക് കോതമംഗലത്ത് ഊഷ്മളമായ വരവേൽപ്പ് നൽകാനാണ് വ്യാപാരികളുടെ തീരുമാനം. സ്വീകരണ യോഗത്തിന്റെ പ്രചാരണത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. TM സ്മാരക മന്ദിരത്തിൽ നടന്ന യോഗം പാർട്ടി ഏരിയ സെക്രട്ടറി KA ജോയി ഉദ്ഘാടനം ചെയ്തു. പ്രശ്നങ്ങൾ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ ഏറ്റുകൊണ്ടുണ്ട്. അത് പരിഹരിക്കണം. കെട്ടിട വാടകയ്ക്കടക്കം 18% GST കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെടുന്നു. വിലക്കയറ്റം ഒരു ജനകീയ ആവശ്യം കൂടിയാണ്. അതൊരു പൊതു ആവശ്യം എന്നുള്ളതിലേക്ക് ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ സമരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജാതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഒട്ടേറെ വ്യാപാരി സുഹൃത്തുക്കൾ വിഷമിക്കുന്ന ഒരു പുതിയ സമ്പ്രദായം ഈ ആധുനിക കാലഘട്ടത്തിൽ വേട്ടയാടില്ല. അത് ഓൺലൈൻ വ്യാപാരം. അതിന് പുറകെയും കുറേയേറെ ആളുകൾ കസ്റ്റമേഴ്സ് അങ്ങനെയും ഈ മേഖലയെ വേറെ രൂപത്തിൽ ബാധിക്കുക. ആ ആവശ്യവും അതിനെ നല്ല നിലയ്ക്ക് നിയന്ത്രിക്കണമെന്നാണ് ഈ സംഘടനയുടെ ആവശ്യം. MU അഷ്റഫ്, KA നൌഷാദ്, KM പരീദ്, PH ഷിയാസ്, KA കുര്യാക്കോസ്, മുഹമ്മദ് അലി, PP മൈദീൻ ഷാ, CPS ബാലൻ, CE നാസർ, രഘു EP, യൂസഫ് NB എന്നിവർ സംസാരിച്ചു. ആന്റണി ജോൺ MLA, KK ടോമി, S സതീഷ്, R അനിൽകുമാർ എന്നിവർ രക്ഷാധികാരികളായും KA ജോയി ചെയർമാനായും 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. മീഡിയ സിസ്റ്റിക് കോതമംഗലം.